ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കദളി വനത്തിലാണ്. കദളി വനം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു വാഴക്കാടാണ്. വാഴക്കാട് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം പഞ്ചായത്തിലെ ഞെരിയാമ്പള്ളി എന്ന് പറയുന്ന വീട്ടിലെ പ്രഭാകരക്കുറുപ്പ് എന്ന കർഷകന്റെ വാഴത്തോട്ടത്തിലാണ്. ഈ വാഴത്തോട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു റെട്ടൂൺ ക്രോപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു തവണ വാഴ നട്ടിട്ട് അതിൽ നിന്ന് മുളച്ചു വന്ന വാഴകൾ വീണ്ടും കുലയാവുന്നു, ആ കുല വെട്ടുന്നു. അത്തരത്തിലുള്ള ഒരു റെട്ടൂൺ ആവർത്തന കൃഷിയാണ് ഈ കാണുന്ന വാഴത്തോട്ടം. ഇവിടെ മൈസൂർ പൂവൻ എന്ന് പറഞ്ഞ പാളയംകൊണ്ടുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്, കദളിവാഴയുണ്ട്, പൂജക്കദളിയുണ്ട്, ഏത്തവാഴയുമുണ്ട്. ഇതിലെ വാഴക്കൊലം വെട്ടുക മാത്രമല്ല പ്രഭാകരക്കുറുപ്പ് ചെയ്യുന്നത്. വാഴയുടെ കൊല വന്നാൽ ഉണ്ടാവുന്ന കൂമ്പ് അത് വിൽക്കും, പിന്നെ വാഴക്കൊല വിൽക്കും. ഇതിൻ്റെ ഇല വലിയൊരു വരുമാന മാർഗമാണ്. സദ്യകൾക്ക് ഇല വെട്ടി വിൽക്കും. ഒരു ഇലയ്ക്ക് 20 രൂപ കിട്ടും. ഇതിൻ്റെ വാഴപ്പിണ്ടി അദ്ദേഹം അച്ചാറാക്കിയിട്ട് അത് വിൽക്കും. അതുകൂടാതെ ഇതിൻ്റെ വാഴത്തട ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു വലിയ വരുമാനം മാർഗം തന്നെയാണ്. ഇത് കമ്പോസ്റ്റ് ആക്കും. വാഴത്തട ചെറുതായിട്ട് അരിഞ്ഞ് കുല വെട്ടിയതിന് ശേഷമുള്ള ഈ വാഴത്തട ചെറുതായിട്ട് അരിഞ്ഞിട്ട് കമ്പോസ്റ്റ് ആക്കി ജീർണിപ്പിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കും. ഈ വാഴത്തടയുടെ ഈ കമ്പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം, അതായത് ഒരു വിളയ്ക്ക് വിളവുണ്ടാവാൻ വേണ്ടുന്ന മൂലകമാണ് പൊട്ടാഷ്. ആ പൊട്ടാഷ് ഏറ്റവും കൂടുതലുള്ള ഒരു ജൈവ വളമാണ് വാഴത്തട എന്ന് പറയുന്ന സാധനം. ആരെങ്കിലും വാഴ കൃഷി ഉണ്ടെങ്കിൽ കുല വെട്ടിയ ശേഷമുള്ള വാഴത്തട ഉപേക്ഷിക്കരുത്. അത് ചെറുതായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ആ കുഴിയിൽ മണ്ണിട്ട് മൂടി ഒരു 2-3 മാസം കഴിഞ്ഞ് പൊട്ടിച്ചെടുത്താൽ ഒന്നാം തരം ജൈവവളം കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ജൈവവളമാക്കുന്ന ഒരു രീതിയുമാണ്. തന്നെയുമല്ല, ഈ വാഴത്തോട്ടത്തിൽ നിന്ന് 365 ദിവസം ത്രൂ ഔട്ട് ഇയർ ആണ് ഇതിൻ്റെ കൃഷി. കാരണം എപ്പോഴും കൊലയുണ്ടാവും, എപ്പോഴും ഇലയുണ്ടാവും, എപ്പോഴും ഇതിൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ വാഴത്തോട്ടം ഏകദേശം ഒരു 2.5 ഏക്കറോളം ഉണ്ട്. ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ വെട്ടി മാറ്റിയതിന് ശേഷമാണ് വാഴക്കൃഷി തുടങ്ങിയത്. ഏതാണ്ട് ഇപ്പം 3 വർഷമായ വാഴയാണിത്. ആദ്യം വാഴ നട്ട അതിൽ നിന്നുള്ള വാഴക്കൊല വെട്ടിയതിന് ശേഷമുള്ള 1-2 കന്ന് നിർത്തി അതിൽ നിന്ന് വീണ്ടും വാഴക്കൊല ഉണ്ടാക്കുക, വീണ്ടും അടുത്ത കന്ന് വരുമ്പോൾ അതും 1-2 എണ്ണം നിർത്തുക, വീണ്ടും മണ്ണടിപ്പിച്ചു കൊടുക്കുന്നു, വളമിടുന്നു, വീണ്ടും കൊല വെട്ടുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 3 വർഷം കഴിഞ്ഞു ഇപ്പോൾ ഈ വാഴത്തോട്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കദളി വനങ്ങൾ എന്ന് പറഞ്ഞു. എല്ലാത്തരം വാഴകളുടെയും ഒരു ശരിയായ രീതിയിലുള്ള ഒരു ലാഭകരമായ കൃഷി, വാഴക്കൃഷിയിലെ ഒരു വേറിട്ട കൃഷിയാണ് പ്രഭാകരക്കുറുപ്പ് നടത്തുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ഒരു തവണ വാഴ കൃഷി നടത്തിയിട്ട് അത് മാറ്റിക്കളയുകയാണ്. പക്ഷെ ഇത് റെട്ടൂൺ ക്രോപ്പ്, ആവർത്തന കൃഷി എന്ന് പറയും. അപ്പോൾ ഇത് ഇപ്പോൾ 3-ാമത്തെ വർഷമാണ്. 3-ാമത്തെ വർഷവും ഇപ്പോഴും ഇതിനകത്തിൽ നല്ല ആദായം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇലയും കിട്ടുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുലയും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ഈ വാഴത്തട, ഇത്രയും ആദായമാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഇറിഗേഷൻ സംവിധാനമാണ്. ജലസേചനത്തിലുള്ള പൈപ്പ് ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പച്ചക്കറികൾക്ക് ട്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ്, തുള്ളി തന്നെ സമ്പ്രദായം. അതേപോലെ വാഴയുടെ ജലസേചനത്തിന് വേണ്ടിയിട്ട് സ്പ്രിംഗ്ലർ സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് സ്പ്രിംഗ്ലർ. മഴ പോലെ പെയ്ത് ഈ കഴിഞ്ഞ വേനലിലെ ഈ വാഴകളെയൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ സ്പ്രിംഗ്ലർ സംവിധാനമാണ്. പാരമ്പര്യമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ കൃഷിയുണ്ട്. ഒരു കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങുന്നത് ഒരു 10 വയസ്സ് മുതൽ. എല്ലാത്തരം ഇടവള കൃഷികളും ഉണ്ട്. വാഴ തന്നെ പല ഇനം വാഴ ഉണ്ട്. അതിനുപരി എനിക്ക് കാച്ചില്, ചേന, ചെറുകിഴങ്ങ്, വെറ്റിലക്കൊടി, ഇഞ്ചി, മഞ്ഞള്, പച്ചക്കറി, വെണ്ട, പാവൽ, പടവലം, പച്ചമുളക്, ഇതൊക്കെ വിപുലമായ രീതിയിൽ ഞാൻ ചെറുപ്പകാലം മുതൽ ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബം, അച്ഛനമ്മമാർ മുതൽ ഞങ്ങൾ കൃഷിയെ കൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അത് അച്ഛനും അമ്മയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത തലമുറ തുടങ്ങി. എൻ്റെ മകനും ഇപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അവന് ഗൾഫിലൊക്കെ ആയിരുന്നു. നെൽകൃഷിയും എനിക്കുണ്ട്. ഏതാണ്ട് ഒരു 3 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഇപ്പം ഈ കൃഷി അന്യം നിന്ന് പോകുന്നതിൻ്റെ പേരിൽ എൻ്റെ മകനെയും ഞാൻ കൃഷിയിലേക്ക്, അവനും ഭയങ്കര താല്പര്യമാണ് ആ കൃഷി. അവൻ എന്നെ സഹായിക്കുന്നു. കുള്ളൻ വാഴയാണ്. ഇത് വളരെ വലിയ കുല കിട്ടുന്നതാണ്. നാട്ടിൽ വളരെ നല്ല മതിപ്പുള്ള ഒരു ഇനം വാഴയാണ്. എല്ലാ ഷുഗറുകാർക്കും കഴിക്കാവുന്ന ഒരു ഇനം വാഴയാണിത്. ഇതിൻ്റെ വലിപ്പത്തിൽ തന്നെ താഴോട്ട് കൊലയും കിട്ടും. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചമന്ന കദളി എന്നാണ് പറയുന്നത്. ഇതൊരു വളരെ ഫലപുഷ്ടിയുള്ള നല്ല ഇനം വാഴയാണ്. ഇത് വളരെ എന്നും നല്ല മാർക്കറ്റുള്ള ഒരു വാഴയാണ് ചെങ്കദളി. ഇത് നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കദളിയാണ്. ഇതിൻ്റെ വില തൂക്കത്തിനല്ല, നമുക്ക് കായുടെ എണ്ണത്തിനാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൂജ, അതുപോലെ നല്ല ഈ ശബരിമല സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിലയാണ് ഈ കൊലയ്ക്ക് കിട്ടുന്നത്. വൃശ്ചികമാസം മുതൽ അങ്ങോട്ടാണ് ഏറ്റവും വലിയ വില. ഇത് ഏത്തവാഴയാണ്. ഇത് ഞാനൊരു 10-200 മൂട് നട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഏത്തവാഴ. ഞാനിത് കഴിഞ്ഞ വർഷം വെച്ചു. അടുത്ത രണ്ടാമത് കയറി വന്ന വാഴയാണ്. ഇതിന് അടിസ്ഥാനമായി ചെയ്യുന്നത് ഈ വാഴയുടെ പിണ്ടി, ഇതിൻ്റെ ഇല ഇതെല്ലാം അറിഞ്ഞ് ഇതിൻ്റെ ദൂരെ കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ കമ്പോസ്റ്റ് വളമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചാണകവും കൂടെ ചെയ്ത് ആ ചാണകം ഇട്ടതിന് ശേഷം മണ്ണ് വിടും. മണ്ണിട്ടതിന് ശേഷം പിന്നീട് നമ്മൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ് ഇത് സാധാരണ ചെയ്യാറുണ്ട്.